ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചന നടന്നത് ബംഗളൂരുവിലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർണായക മൊഴി. പോറ്റിക്കൊപ്പം 5 പേർ ഗൂഢാലോചനയിൽ പങ്കാളികളായി. താൻ ചെറിയ കണ്ണി മാത്രമെന്നും കൂടുതൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയത് മറ്റുള്ളവരാണെന്നും SITക്ക് മൊഴി നൽകി. തനിക്ക് കാര്യമായ സാമ്പത്തിക ലാഭമുണ്ടായില്ലെന്നും പോറ്റി പറഞ്ഞു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പോറ്റി തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ബംഗളൂരുവിൽ ഗൂഢാലോചന നടന്നു, കൂടെ 5 പേർ പങ്കാളികളായി. ആരൊക്കെയാണ് ആ 5 പേർ എന്നൊരു ചോദ്യം ഇവിടെ ഉയരുകയാണ്. അത് ദേവസ്വം ഭാരവാഹികൾ, അന്നത്തെ ഭരണസമിതി അംഗങ്ങളാണോ എന്ന ചോദ്യങ്ങളൊക്കെയുണ്ട്. അതിലൊക്കെ അന്വേഷണ സംഘത്തിന് ഒരു വ്യക്തത വരുത്താനായിട്ടുണ്ടോ? കാര്യത്തിൽ അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ തേടുകയാണ്, വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് ഉള്ളത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് ഈ 5 പേരിൽ ഒരാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ഈ ബാക്കി വന്ന സ്വർണം ഏറ്റുവാങ്ങി കൽപേഷാണ്. ബാക്കിയുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഇനി പുറത്തു വരാനുള്ളത്. അത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിലേക്ക് എത്തുന്ന വിവരങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്, ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്തരം വിവരങ്ങൾ, അത്തരം കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്ന തെളിവുകൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നത്. ആദ്യഘട്ടം മുതൽ ഇതിന്റെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട്. കാരണം സ്വർണം ചെമ്പാക്കിയ ഉത്തരവ് പുറത്തു വരുന്നു. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ ഒറ്റയ്ക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നു. അതിന്റെ എല്ലാം പിന്നിൽ ഗുരുതരമായ വീഴ്ചകൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ഏതെല്ലാം ഉദ്യോഗസ്ഥരാണ് ഇതിനു വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു കൊടുത്തിട്ടുള്ളത്, ഈ ഗൂഢാലോചനയെ അവരുടെ പങ്ക് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. അത് അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടന്നുവെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ആകെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടാതെ 5 പേരാണ് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തതെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് തനിക്ക് വലിയ സാമ്പത്തിക നേട്ടമൊന്നും ഇതുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. സ്വർണ്ണമൊക്കെ കൈമാറിയെങ്കിലും അതിൽ കൂടുതലായിട്ടുള്ള തട്ടിപ്പ് അല്ലെങ്കിൽ ഇതിന്റെ വിഹിതം കൊണ്ടുപോയത് ഇതിൽ പങ്കെടുത്ത മറ്റ് ഗൂഢാലോചനയുള്ള ആളുകൾ ആണ് എന്നുള്ളൊരു മൊഴിയാണ് ഇപ്പോൾ നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇനി അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. അതിൽ നിന്ന് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞാൽ അവർക്ക് ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി അടിച്ചു കൊണ്ടുപോകാനും അതിൽ നിന്ന് സ്വർണം ഒട്ടിക്കാനും കഴിയില്ല, അത് ഉറപ്പാണ്. അങ്ങനെ സാധിക്കണമെങ്കിൽ ദേവസ്വം ബോർഡിനകത്ത് ഹോൾഡുള്ള അല്ലെങ്കിൽ ശബരിമലയിൽ വലിയ സ്വാധീനമുള്ള ആളുകൾ തന്നെ വേണം. താൻ ചെറിയ കണ്ണി മാത്രമാണ് എന്ന് പോറ്റി പറയുന്നുണ്ട്. സാമ്പത്തിക ലാഭം വലിയ രീതിയിൽ ഉണ്ടാക്കിയവർ മറ്റുള്ളവരെന്നും പറയുന്നു. അപ്പോൾ അതെല്ലാം വിരൽ ചൂണ്ടുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് തന്നെയല്ലേ? ഉദ്യോഗസ്ഥരുടെ പങ്ക് ഇക്കാര്യത്തിൽ വ്യക്തമാണ്. ഇതിന്റെ ഗൂഢാലോചനയിൽ എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോൾ പുറത്തു വരേണ്ടത്, ഈ ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ച്. കാരണം ഒരുപക്ഷെ ഈ ദേവസ്വം ബോർഡിന് പുറത്തുള്ള ആളുകൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തിയതിനു ശേഷം അതിന്റെ കൂടി ഭാഗമാക്കി ഇവരെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ല. അത്ര ഒരു സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വ്യക്തമായ അറിവുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അതുകൊണ്ടാണ് ആദ്യഘട്ടം മുതൽ തന്നെ ഈ സ്വർണം എന്നെഴുതിയത് ചെമ്പാക്കി മാറ്റിയ ഉത്തരവ് വരുന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിടുകയും ചെയ്യുന്നത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലതാനും. എന്തായാലും ഇനി ഇതിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്ന വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിലൂടെയായിരിക്കും. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. പ്രാഥമികഘട്ട നിലയിലാണ് ഇന്നലെയൊക്കെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിരുന്നത്. അതിൽ നിന്നാണ് ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള ചില വിവരങ്ങൾ നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഉദ്യോഗസ്ഥരെയും കൂടി വിളിച്ചു വരുത്തേണ്ടതുണ്ട്. ഓരോ ഉദ്യോഗസ്ഥരെയും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനം. നിലവിൽ 30-ം തീയതി വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘത്തിന്റെ കൈവശം കസ്റ്റഡിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ഈ ഓരോ ഉദ്യോഗസ്ഥരെയും വിളിച്ച് വളരെ ഒരുമിച്ചിരുത്തിയും അതോടൊപ്പം തന്നെ വെവ്വേറെയും ഇരുത്തി ചോദ്യം ചെയ്യും. അതിൽ നിന്ന് നേരത്തെ തന്നെ വലിയ വീഴ്ച കണ്ടെത്തിയതിന് പിന്നാലെ മുരാരി ബാബുവിനെതിരെയും അതുപോലെ തന്നെ സുനിൽ കുമാറിനെതിരെയും ഒക്കെ ദേവസ്വം ബോർഡ് നടപടിയെടുത്തിരുന്നു, സസ്പെൻഡ് ചെയ്തിരുന്നു. അവരെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യലിനെ വിളിച്ചു വരുത്തിയ ഒരു അറസ്റ്റിലേക്കൊക്കെ നീങ്ങാൻ സാഹചര്യം ഉണ്ടാകുമോ? ഉടൻ അവരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചു വരുത്തും, അക്കാര്യത്തിൽ സംശയമല്ല. 9 പേരെയാണ് നിലവിൽ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നത്. 9 പേരെയും ഘട്ടം ഘട്ടമായി തന്നെ വിളിച്ചു വരുത്തി അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുരാരി ബാബുവിനെ ആയിരിക്കും ആദ്യം ചോദ്യം ചെയ്യുക എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പിന്നീട് അന്നത്തെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീയെ വിളിക്കും. തിരുവാഭരണ കമ്മീഷണർമാരായിരുന്ന ബൈജു അതോടൊപ്പം തന്നെ രാധാകൃഷ്ണൻ എന്നിവരെയും അതിന്റെ തുടർച്ചയായി വേണ്ടി വിളിപ്പിക്കുകയും ചെയ്യും. ഇതിൽ അറിയേണ്ടത്, ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്
ഇതിന്റെ നടപടിക്രമങ്ങളിലെ വീഴ്ചകളെ കുറിച്ചാണ്. ഇന്ന ഭാഗത്തും ശരി സിജോ, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തെളിവെടുപ്പ് അതെപ്പോഴായിരിക്കും ഇനി? വിവരമനുസരിച്ച് ഒരു 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രാഥമികഘട്ട ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇനി വിശദമായി ചോദ്യം ചെയ്യും 2 ദിവസത്തേക്ക്. അതിനുശേഷമായിരിക്കും ഈ പറയുന്ന പോലെ തെളിവെടുപ്പ് കൊണ്ടുപോകാന്നുള്ളത്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തെളിവെടുപ്പിന് അപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന, അതിന്റെ ആസൂത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ തേടുക എന്നുള്ളതാണ്. അത് തേടിയതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ കൊണ്ടുപോവുക. ശബരിമലയിലേക്ക് തെളിവെടുപ്പ് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് പക്ഷേ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ പ്രശ്നങ്ങളുള്ളതിനാൽ അത് പിന്നീടായിരിക്കും ഉണ്ടാവുക. ആദ്യം ചെന്നൈയിൽ സ്മാർട്ട് സ്റ്റേഷനിൽ എത്തിക്കും, അതിനുശേഷം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകും, പിന്നീടായിരിക്കും ഹൈദരാബാദിലൊക്കെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുക. അത്തരത്തിൽ രീതിയിലാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അന്വേഷണ സംഘം. ശരി, എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ബംഗളൂരുവിൽ വെച്ച് ഗൂഢാലോചന നടന്നിട്ടുണ്ട്. താൻ